സർപ്പക്കാവിന് പകരം ഒരു സിമെന്റ് തറ കാണാം. അതിനകത്ത് 3-4 നാഗവിഗ്രഹങ്ങളും കാണാം. അതല്ലാതെ അവിടെ പുല്ല് പോലും കിളുക്കാനുള്ള ഒരവസ്ഥ ഇന്നില്ല. കാവുകളെ സംരക്ഷിക്കപ്പെടുന്നില്ല. കാവലായിട്ട് കാവില്ല. ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളും അവിടുത്തെ ഭക്തരമാണ് അതിന്റെ ഉത്തരവാദികൾ. അല്ലല്ലോ, നമ്മുടെ ആചാര്യന്മാരാണ്. ആചാര്യന്മാരല്ലേ പറയുന്നേ ഇത് ആ സൗകര്യം അത് പോരാ, ഇവിടെ അങ്ങനെ വേണം, അവിടെ മുകളില് ഷീറ്റ് ഇടണം. ആചാര്യന്മാര് തന്നെയാണ് ഈ സനാതന ധർമ്മത്തിന്റെ ആരാചാരന്മാരായിട്ട് വരുന്നത്. ഇങ്ങനെ പറയാതിരിക്കാനും അല്ല. ആരാചാരന്മാരെന്ന് പറയുമ്പോ അവരെ സനാതന ധർമ്മം അറിയില്ലാത്തവരാണെന്ന് പറയേണ്ടി വരില്ലേ? പറയേണ്ടി വരും. അത് പറയേണ്ടി വരില്ലേ എന്ന് ഞാൻ ചോദിക്കുന്നത്, അത് പറയാനുള്ള മാനസികാവസ്ഥ ഇല്ലാത്തതുകൊണ്ടാണ്. പലപ്പോഴും നമുക്ക് നിവൃത്തിയില്ല. ഇപ്പോഴും ഞാൻ ആരാചാര്യന്മാരെന്ന് പറയുന്നത് നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ്. കാരണം നമ്മളുടെ കാവുകൾ വെട്ടാനും ഇപ്പോൾ ഒരു പ്രവണത പുതുതായിട്ട് കണ്ടുവരണം. നമ്മളുടെ ക്ഷേത്രങ്ങളിൽ നിൽക്കുന്ന ആലുകളുടെ കൊമ്പ് മുറിക്കുകയാണ്, തായ്തടി മാത്രമായിട്ട് നിർത്തുകയാണ്. പറ്റുവാണെങ്കിൽ അതും കൂടി കളയുകയാണ്. ഒരു മരുഭൂമിവൽക്കരണമാണ് ക്ഷേത്രങ്ങളിൽ നടക്കുന്നത്. ആശുപത്രികൾ എന്ന് പറഞ്ഞാൽ ആശു എന്ന് പറഞ്ഞ കാറ്റാണ്, പത്രികൾ എന്ന് പറഞ്ഞ ഇലകളാണ്. ആ പത്രികളാണ് ആശുപത്രികളെ സൃഷ്ടിക്കുന്നത്. നമ്മൾ ആ ആശുപത്രികളെ സൃഷ്ടിച്ചുകൊണ്ട് അതായത് വന്യമായിരിക്കുന്ന വനസമ്പത്തിലൂടെ തന്നെയാണ് നമ്മളുടെ ആ വന്യജീവി സംരക്ഷണം നടക്കുള്ളൂ, അല്ലെങ്കിൽ നമ്മളുടെ ജീവലോകത്തിൻ്റെ സംരക്ഷണം നടക്കുള്ളൂ. നായകനായിട്ട് വൃക്ഷലോകം ഉണ്ടെങ്കിൽ മാത്രമാണ് നടിക്കാൻ ജന്തുലോകം അവിടെ ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ നാരി നടിച്ചാൽ മുടിഞ്ഞു പോകും. നാരി എന്ന് പറഞ്ഞാൽ നമ്മളുടെ മാതൃലോകമാണ്, ജന്തുലോകമാണ് നമ്മൾ ഉൾപ്പെടെയുള്ള. അപ്പം നമ്മൾക്ക് നടിക്കണമെങ്കിൽ മഹാവൃക്ഷ പ്രകൃതി, വൈഷ്ണവ ശക്തി വളരെ ശക്തമായിട്ട് അവിടെ ഉണ്ടാകണം, ജീവനാംശ പാലകനായിട്ട്. അപ്പം നമ്മളുടെ ക്ഷേത്രങ്ങളിൽ നിന്ന് ജീവനാംശ പാലകനായിരിക്കുന്ന ആ വൈഷ്ണവ ലോകത്തെ, നാൽപ്പാമരങ്ങളെ, ഈ ക്ഷാരഗുണത്തിൽ നിന്ന് ക്ഷീരഗുണത്തിലേക്ക് പ്രപഞ്ചത്തെ കൺവേർട്ട് ചെയ്യിക്കുന്ന ആ മാതൃഭാവത്തിലേക്ക് എത്തിക്കുന്ന ഈ നാൽപ്പാമരങ്ങളെ വെട്ടി നശിപ്പിച്ചുകൊണ്ട് ഈ വൃക്ഷങ്ങളെല്ലാം ഉന്മൂലനം ചെയ്തുകൊണ്ടാണ് സിമെന്റ് കൂടാരങ്ങളായിട്ട് ക്ഷേത്രങ്ങൾ മാറുന്നത്. ഒരു കുഞ്ഞു ചോദ്യം, ഈ പൂജ എന്ന് പറഞ്ഞാൽ ഒരു പദമുണ്ടല്ലോ, അതെ, എന്താണ് അതിനർത്ഥം? പൂജ എന്നാൽ അതായത് പൂജ്യത്തിൽ നിന്ന് തുടങ്ങേണ്ടി വരും. പൂജ്യം ഭൂമിയാണ്. അപ്പൊ ഭൂമി, അത് ഭൂമിയുടെ ഏറ്റവും ചെറിയ രൂപം അത് പരമാണുവാണ്, അത് ശിവനാണെന്ന് അങ്ങ് പറഞ്ഞു. അതെ, അത് പൂജ്യാകൃതിയാണ്. ആ പൂജ്യമാണ്. ഈ നവഗ്രഹങ്ങളില്ലെങ്കിൽ ഭൂമി വെറും വട്ടപൂജ്യമാണ്. ഈ ഭൂമിയെ പൂജനീയമാക്കുന്നത് നവഗ്രഹങ്ങളുടെ സ്വാധീനം ഉണ്ടാകുമ്പോഴാണ്. നവഗ്രഹങ്ങളുടെ ആ സഖ്യത്താലാണ് പൂജനീയമായിരിക്കുന്ന ഭൂമിയുടെ നിലനിൽപ്പ്, അതെ, ബീജഗോളമാകുന്നത്. ആ ഭൂമിയുടെ നിലനിൽപ്പില്ലെങ്കിൽ ഈ സനാതന ധർമ്മം പറയുന്ന ആളിവിടെ ഇല്ല. അതറിഞ്ഞുകൊണ്ടാണ് അവർ പറയുന്നത്. ആ ഭൂമിയിൽ ചവിട്ടി നിന്നുകൊണ്ട് ആ ഭൂമിയെ നശിക്കണം എന്ന് പറയുകയും ഒരു വശം പറയുമ്പോഴും ഒരു വശം അങ്ങനെ പറയുന്നു, മറ്റുള്ളവർ പറയുന്നത് ഇത് സനാതന ധർമ്മത്തെ സംരക്ഷിക്കണം, ഞാൻ സനാതന മാർഗധാരിയാണ് എന്ന് പറയുന്ന ആയിരക്കണക്കിന് ആളുകൾ നമുക്കുണ്ട്. അവരും ഇത് അറിഞ്ഞുകൊണ്ടാണോ ഭൂമിയാണ് ശിവൻ, മണ്ണാണ് ശിവൻ, ജലമാണ് പാർവതി എന്ന് അറിഞ്ഞുകൊണ്ടാണോ പറയുന്നത്? അങ്ങനെയാണെങ്കിൽ ഇവർക്ക് ഇത്രയൊന്നും കഷ്ടപ്പെടേണ്ടി വരില്ലല്ലോ. ഈ സനാതന ധർമ്മം ഉപദേശിക്കുന്ന ആളുകൾ ഇപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ മനസ്സിലാകുന്നത്, ദൈവമുണ്ടോ, ദൈവമില്ല, ദൈവത്തിന്റെ അടുത്ത് പോകും, ദൈവം എന്ന് വിചാരിക്കുന്ന ക്ഷേത്രങ്ങളിൽ പോകുന്നത് അത് മണ്ടന്മാരാണ് പോകുന്നത്, കഴുതകളാണ് പോകുന്നത്. അത് തന്നെയുമല്ല, വിഗ്രഹത്തിൽ ദൈവത്തെ നിങ്ങൾ കാണരുത്, വിഗ്രഹത്തിൽ ദൈവമില്ല, കല്ലിനെ ആരാധിക്കുന്നു. അതിനപ്പുറത്തേക്ക് ഈ അടുത്ത കാലത്ത് നമ്മുടെ കേരളത്തിലെ വലിയ ആചാര്യന്മാരിൽ ഒരാൾക്ക് പറഞ്ഞത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, വലിയ സദസ്സിലാണ് പറയുന്നത്, സപ്താഹവേദിയിലാണ് പറഞ്ഞത്, അച്ഛനും അമ്മയും പറയുന്നത് അനുസരിക്കരുത്, അവര് മുമ്പേ നടക്കുന്ന കഴുതയാണ്. അപ്പോൾ നിങ്ങൾ കഴുതകളെ കണ്ടിട്ടുണ്ടോ, ഏറ്റവും വലിയ കഴുതയെ കണ്ടിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം എവിടെയോ ഈ നമ്മളൊക്കെ സാധാരണ ഭാഷ പറയും ചാനലിൽ പോയെന്ന് പറയുള്ളൂ. ഈ ചാനലിൽ പോയ ആളുകളാണോ അവര്? അതായത് കല്ലിനെ എന്തിനാണ് പൂജിക്കുന്നത്? അതായത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, സർവ്വതിലും ദൈവത്തെ കാണാൻ പഠിപ്പിക്കുന്നതാണ് ഭാരതത്തിന്റെ സംസ്കാരം. കല്ലിലും ദൈവത്തെ കാണാൻ പറഞ്ഞിട്ടുണ്ട്, വെള്ളത്തിലും ദൈവത്തെ കാണാൻ പറഞ്ഞിട്ടുണ്ട്, അഗ്നിയിലും ദൈവത്തെ കാണാൻ പറഞ്ഞിട്ടുണ്ട്, വായുവിലും ദൈവത്തെ കാണാൻ പറഞ്ഞിട്ടുണ്ട്. ജീവനുള്ളതുകൊണ്ടല്ലേ? ജീവനെ ജനിപ്പിക്കുന്ന 5 മെറ്റീരിയലാണ്, 5 എലമെന്റ്സ് ആണിത്. ഇതിനെ എല്ലാത്തിലും ദൈവത്തെ കാണും. ഇപ്പോൾ അക്ഷരങ്ങൾ വിഗ്രഹമാണ്, അക്ഷരങ്ങളുടെ വിഗ്രഹമാണ്. ആ അക്ഷരങ്ങളെ പൂജിക്കണം. വിഗ്രഹത്തെ പൂജിക്കരുതെന്ന് പറയുമ്പോൾ, വിഗ്രഹത്തെ അല്ല ആരാധിക്കേണ്ടത് എന്ന് പറയുമ്പോൾ അക്ഷരങ്ങളെ പൂജിക്കുന്ന നാടാണിത്. ആ അക്ഷരങ്ങളെ എഴുതുന്ന പേനയെയും പൂജിക്കും. ആ അക്ഷരങ്ങളെ പറഞ്ഞു തരുന്ന ഗുരുവേയും ദൈവമായി കാണും. ആ
സർവ്വതിനെയും ദൈവമായി കാണാൻ പഠിപ്പിക്കുന്നത്. നമ്മൾ സാധാരണ പറയില്ലേ കല്ലിനെ എന്തിനാണ് ആരാധിക്കുന്നത്, ഇത് വെറും കല്ലല്ലേ എന്ന് ചോദിച്ചാൽ ആ കല്ലിന് 5 ഗുണങ്ങളുണ്ട്. ആ 5 ഗുണങ്ങൾ എന്ന് പറഞ്ഞാൽ ആകാശം, ആദിപരാശക്തിയായിരിക്കുന്ന ആകാശം കൊടുത്തിരിക്കുന്ന ആകാരം എന്ന് പറയുന്ന ആ ഗുണത്തെ സ്വീകരിച്ചിരിക്കുന്നതാണ് കല്ല്. അത് വായു അതിന് കൊടുത്തിട്ടുള്ള ഒരു ഗുണമുണ്ട്, ഒരു സ്പർശ ഗുണം, അതിനെ സ്വീകരിച്ചിരിക്കുന്നതാണ് കല്ല്. അഗ്നി കൊടുത്തിരിക്കുന്ന ഒരു ദൃശ്യഗുണമുണ്ട് അതിന്, ആ ദൃശ്യഗുണത്തെ സ്വീകരിച്ചതാണ് കല്ല്. ജലം കൊടുത്തിരിക്കുന്ന ഒരു രസഗുണമുണ്ട് അതിന്, അത് സ്വയം ഇതിൽ 4-ൽ നിന്നും ആർജിച്ചെടുത്തിരിക്കുന്ന ഒരു ഗന്ധഗുണം അതിനുണ്ട്. ഈ കല്ല് ആർജിച്ചെടുത്തിരിക്കുന്ന സ്പർശം, രസം, ഗന്ധം, രൂപം, ശ്രവണം എന്ന് പറയുന്ന 5 ഗുണങ്ങൾ കല്ലിൻ്റെതാണ്. ത്വക്ക്, നാക്ക്, മൂക്ക്, കണ്ണ്, ചെവി എന്ന് പറയുന്ന നമ്മളുടെ ഇന്ദ്രിയങ്ങൾ കൊണ്ട് നമ്മൾ വേദ്യമാക്കുന്നത് ഈ കല്ലാർജിച്ചിരിക്കുന്ന ഗുണത്തെയാണ്. നമ്മളുടെ ശരീരം നമ്മൾ സ്വീകരിക്കുന്ന ഗുണം, നമ്മളുടെ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ നമ്മൾ ആർജിക്കുന്ന ഗുണം ഈ കല്ലിൻ്റെതാണ്. ആ കല്ലിനെയല്ല ആരാധിക്കേണ്ടത്. ഈ കല്ലിനെ ആരാധിക്കുമ്പോൾ കല്ലിനെ അല്ല ആരാധിക്കേണ്ടത്, അതിലല്ല ദൈവം ഇരിക്കുന്നതെന്ന് ചോദിച്ചാൽ പിന്നെ എവിടെയാണ് ദൈവം ഇരിക്കുന്നത്? ദൈവത്തിന്റെ ഒരു മുഖം കല്ലാണ്, പഞ്ചഭൂതങ്ങളും അതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. ആ 5 മുഖങ്ങളാണ് ദൈവത്തിന്റെ. ഇപ്പൊ പറഞ്ഞു വരുമ്പോ ദൈവം എന്ന് പറയുന്ന ഒരു ഭാഷ മലയാളത്തിൽ ഇല്ല. പിന്നെ ഇത് എവിടുന്നാ പറഞ്ഞത് ഈ ദൈവം എന്ന് പറയുന്നത്? പ്രമാണത്തിലാണ്. ആ ദേവതയാണുള്ളത്. ദേവത എന്ന് പറഞ്ഞാൽ എന്താണ്? ദേവത എന്ന് പറഞ്ഞാൽ എന്താണ്? മഹാദേവൻ ഒരു ദേവതയാണ്, അതായത് മണ്ണും ജലവും ചേർന്നതാണ്. സ്ത്രീഭാവവും പുരുഷഭാവവും ഉണ്ട്. ദേവൻ എന്ന് പറയാൻ പറ്റില്ല, ഇനി ദേവത എന്ന് പറയാൻ പറ്റുള്ളൂ. മഹാവിഷ്ണു എന്ന് പറഞ്ഞാൽ ദേവതയാണ്, കാരണം അതിനകത്ത് പുരുഷഭാവവും സ്ത്രീഭാവവും ഉണ്ട്. വിഷ്ണുവും ലക്ഷ്മിയും ചേർന്നതാണ്, അതൊരു ദേവതയാണ്. മഹാബ്രഹ്മ എന്ന് പറഞ്ഞാൽ ദേവതയാണ്, അത് സ്ത്രീ പുരുഷഭാവങ്ങൾ ചേർന്നാണ്. ദിവഭാവത്തിന് കാരണമായിരിക്കുന്ന 6 ശക്തികളാണിത്. 3 ചൈതന്യവും 3 ശക്തിയും ചേർന്ന ആ ദിവഭാവത്തെയാണ് ദേവതാഭാവം എന്ന് പറയുന്നത്. ദിവസം എന്ന് പറയുന്ന ദൈവം എന്ന് പറയുന്നത് എല്ലാം ദ്രവ്യത്തിൽ നിന്നാണ്. ദ്രവ്യത്തിൽ നിന്നിട്ടാണ് ദൈവം ഉണ്ടാകുന്നത്. അതിൽ നിന്ന് ജ്ഞാനത്തിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോഴത്തേക്ക് നേരെ തിരിച്ചിട്ട് കഴിഞ്ഞാൽ വിദ്യയാവും. വിദ്യ എന്ന് പറയുന്ന അവസ്ഥ. അപ്പൊ ദ്രവ്യമില്ലെങ്കിൽ ദൈവമില്ല. ഇല്ല. അപ്പൊ ദ്രവ്യം ആണ് സനാതനം എന്ന് പറയേണ്ടി വരും. ദ്രവ്യമാണ് ദൈവം. ആ ദ്രവ്യത്തിന്റെ 5 മുഖങ്ങളെയും 5 മെറ്റീരിയലിനെയും 5 എലമെന്റ്സിനെയും 5 മുഖങ്ങളായി കണ്ടതിനെ ആരാധിക്കണം. ഇപ്പൊ നമ്മള് പഞ്ചമുഖനാണെന്ന് പറയും. അതെ, ശിവന്റെ വിഗ്രഹം കണ്ടു കഴിഞ്ഞാൽ കാണുന്ന മാത്രയിൽ തന്നെ അക്ഷികളിലേക്ക് ആവാഹിച്ച് അതിന്റെ അർത്ഥത്തെ ഉള്ളിൽ ബിംബിപ്പിക്കുന്ന രീതിയിലാണ് ആ വിഗ്രഹത്തെ ചെയ്തു വെച്ചിരിക്കുന്നത്. ശിവൻ ഇങ്ങനെയാണ് ഇരിക്കുന്നത്, ഞാൻ പഞ്ചമുഖനാണ് എന്ന് തന്നെയാണ്. പഞ്ചഭൂതങ്ങൾ ഒന്നായി ചേർന്ന രൂപമാണ് ശിവൻ ഇങ്ങനെ തന്നെ ഇരിക്കുന്നത്. സനാതനൻ എന്ന് പറഞ്ഞാൽ അഹിംസയാണ് എന്റെ പര്യായപദം അല്ലേ? തീർച്ചയായിട്ടും. അപ്പം ഇവിടെ ആയുധം അറിവാണ് സനാതനന്റെ ആയുധം, നിരായുധനല്ല. അറിവിന്റെ ആയുധമുണ്ട്, അറിവിന്റെ ആയുധമാണ്. നമ്മള് അങ്ങനെയാണ്. ഇപ്പൊ എല്ലാവരുടെ ഒരു സംശയമുണ്ട്, ഈ അഹിംസാ മാർഗത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അതുകൊണ്ടാണ് ഇവിടെ പിടിച്ചടക്കിയത്, മറ്റുള്ളവർ ഇവിടെ നുഴഞ്ഞു കയറിയത്, ഈ ദേശം അടിമത്തത്തിലേക്ക് പോയതെന്ന് പറഞ്ഞാൽ നമ്മൾ ആയുധം ഉണ്ടായിരുന്നത് കൊണ്ടോ ഇല്ലാത്തത് കൊണ്ടോ അല്ല, നമുക്ക് അറിവില്ലാത്തത് കൊണ്ടാണ് മറ്റുള്ളവർ ഇവിടെ നുഴഞ്ഞു കയറി. നമുക്കിവിടെ കരുത്തില്ലാത്തത് കൊണ്ടല്ല, ആയുധമില്ലാത്തത് കൊണ്ടുമല്ല, നമ്മളുടെ അറിവില്ലായ്മ കൊണ്ടാണ് മറ്റുള്ളവർ ഇവിടെ കയറിയത്. നമ്മളുടെ വീട്ടിലും 4മതൊരാൾ വന്ന് കയറുന്നുണ്ടെങ്കിൽ നമ്മളുടെ അറിവില്ലായ്മ കൊണ്ടാണ് അത് വരുള്ളൂ. അറിവാണ് ഏറ്റവും വലിയ ആയുധം. ആത്മരാമന്റെ അടുത്ത് പരശുരാമൻ ആയുധം താഴെ വെക്കാനേ പറ്റുള്ളൂ, നിന്ന് നമസ്കരിക്കാനേ പറ്റുള്ളൂ. അപ്പൊ അതേ രീതിയിലേക്ക് അറിവിന്റെ ആ ഒരു തലത്തിലേക്ക് ഭാരതം ഉയരണം. ഇപ്പൊ ആചാര്യന്മാര് മതമാക്കി മാറ്റുകയാണ് ഭാരതത്തെ. അതായത് മതം എന്ന് പറഞ്ഞാൽ അഭിപ്രായമാണ്. ഭാരതം അഭിപ്രായത്തിലല്ല നിൽക്കുന്നത്, അറിവിലാണ്. ഭാരതം ഒരു മത അധിഷ്ഠിത രാജ്യമോ മതം എന്ന് പറയുന്ന സംവിധാനമൊന്നും അല്ലല്ലോ. അത് ഈ ആചാര്യന്മാർ അറിയണ്ടേ? മതത്തിനെതിരായിരുന്നു ശ്രീരാമചന്ദ്രൻ. ശൈവ വൈഷ്ണവ യുദ്ധവെറിയുടെ അമ്പിനെയും വില്ലിനെയും ഒടിച്ച് ഞാൻ ചോദിക്കാൻ തുടങ്ങുക, ശൈവ വൈഷ്ണവ യുദ്ധവെറി എന്തിനുണ്ടായി എന്ന് ഞാൻ ചോദിക്കാൻ തുടങ്ങുന്നത്. ശിവനാണോ വിഷ്ണുവാണോ ബ്രഹ്മാവാണോ ആരാണ് വലുത് എന്നുള്ള രീതിയിലായിരുന്നു യുദ്ധം. അല്ല, ആ ചോദ്യം തന്നെ ഉയരുന്ന അറിവില്ലായ്മ ഉണ്ടല്ലേ? അതെ.